പരിഹാസപൂർവകമായ ചുവയിൽ കാര്യങ്ങളെ നോക്കിക്കാണുകയും ആ നിലക്ക് പ്രമാണങ്ങളെ പുച്ഛിക്കുകയും ചെയ്യുന്ന പ്രവണത യഹൂദികളായ ആളുകൾക്കുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി, വാക്കുകളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചു കളയുക, വാക്കുകളെ അത് ഉദ്ദേശിക്കാത്ത അർത്ഥത്തിലേക്ക് എടുത്തു മാറ്റുക, വാക്കുകൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ പ്രചാരമില്ലാത്ത രൂപത്തിൽ പരിഹാസ്യമായ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിനെ വികൃതമാക്കുക എന്നത് യഹൂദികൾ സ്വീകരിച്ച ഒരു നിഷേധമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആശയത്തെ കേടുവരുത്തിക്കൊണ്ട് വാക്കുകൾ കൃത്രിമം നടത്തിക്കൊണ്ടുള്ള നിഷേധം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് വാക്കുകളിൽ പരിപൂർണമായി മാറ്റം വരുത്തിക്കൊണ്ട് ഈ നിഷേധം മറ്റൊരു രൂപത്തിൽ ആ സമൂഹത്തിൽ കടന്നു വന്നിരുന്നു എന്നും ഖുർആൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ യഹൂദികളെ സംബന്ധിച്ച് വിശദീകരിച്ചെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വാചകം, നിങ്ങൾ ആ നാട്ടിലേക്ക് പോയാൽ, ആ പ്രദേശത്തേക്ക് പോയാൽ, നിങ്ങൾ ആ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫഖൂലു ഖിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാകും, നിങ്ങൾ ഖിത്ത എന്ന് പറയണം, നിങ്ങൾ ഖിത്ത എന്ന് പ്രഖ്യാപിക്കണം. ആ നാട്ടിൽ നിങ്ങൾ എത്തിയാൽ ഖിത്ത എന്ന് നീ പറയണം, നിങ്ങൾ പറയണമെന്ന് യഹൂദികളോട് അല്ലാഹു പറഞ്ഞു. ആ നാട്ടിലേക്ക് അവർ ചെന്നു. നാട്ടിൽ അവർ ചെന്നു കഴിഞ്ഞപ്പോൾ ഖിത്ത എന്ന് അല്ലാഹു പറയാൻ പറഞ്ഞ വാചകത്തെ അവർ മാറ്റിമറിച്ചിട്ട് ഖിന്ദ എന്നാക്കി മാറ്റി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. മുഫസ്സിറുകളായ ആളുകൾ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാം. അങ്ങനെ വാക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രമാണങ്ങളെ നിഷേധിക്കുന്ന സ്വഭാവം യഹൂദികളായ ആളുകൾക്കുണ്ടായിരുന്നു. മൂന്നാമതൊരു നിഷേധത്തിന്റെ രൂപമുണ്ട്. ആ മൂന്നാമത്തെ നിഷേധത്തിന്റെ രൂപം വാക്കുകളിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. വാക്കുകളിൽ ഒരു മാറ്റവും വരുത്താതെ ആശയത്തിൽ മാറ്റം വരുത്തുക എന്നതാണ്. അള്ളാഹു എന്ത് കൽപ്പിച്ചുവോ അതിനെതിരെ പ്രവർത്തിക്കുക എന്നതാണ്. ശബ്ബത്ത് ദിവസം, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചു. ആ ശനിയാഴ്ച ദിവസം അവർ മീൻ പിടിച്ചില്ല. നേരെ മറിച്ച് വെള്ളിയാഴ്ച ദിവസം അവർ വലയിട്ടു, ഞായറാഴ്ച അവർ വല വലിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന നിലനിർത്തിക്കൊണ്ട് തന്നെ, ആ വാചകത്തെ മാറ്റിമറിക്കാതെ തന്നെ അള്ളാഹു എന്തൊന്നുദ്ദേശിച്ചുവോ ആ ഉദ്ദേശത്തെ മാറ്റിമറിച്ചുകൊണ്ടും യഹൂദികളായ ആളുകൾ പ്രമാണത്തെ നിഷേധിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ വാക്കുകളിൽ ഒരു മാറ്റം വരുത്താതെ ആ വാക്കുകളെ അങ്ങനെ തന്നെ സ്വീകരിച്ചുകൊണ്ട്, ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്ന കൽപ്പന അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട്, ആ കൽപ്പന കൊണ്ട് എന്തുദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശത്തെ മാറ്റിമറിച്ചുകൊണ്ടുള്ള നിഷേധവും ആ യഹൂദികളിൽ ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. മൂന്നാമതായി യഹൂദികളിൽ ഉണ്ടായിരുന്ന നിഷേധം എങ്ങനെയായിരുന്നു? അള്ളാഹു എന്ത് കൽപ്പിച്ചുവോ ആ കൽപ്പിച്ച രൂപത്തെയും ആ വാക്കുകളെയും അതുപോലെ തന്നെ അതിൽ ഉദ്ദേശിച്ച ഉദ്ദേശങ്ങളെയും മുഴുവനായും വർജിക്കുക, മുഴുവനായും നിഷേധിക്കുക. അങ്ങനെ ഒരു നിഷേധവും യഹൂദികളിൽ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തു മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതെ, ആ ജനതയോട്, ഇസ്രായേൽ സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ, ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ. വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുകയാണ്, നിങ്ങൾ ആ പരിശുദ്ധമായ പ്രദേശത്തേക്ക് പ്രവേശിച്ചു കൊള്ളുക, ഒരിക്കലും നിങ്ങൾ അവിടുന്ന് പിന്തിരിഞ്ഞു പോരരുത്. നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തിയ, നിങ്ങൾക്ക് വേണ്ടി വിധിച്ച ആ നാട്ടിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക എന്നല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളോട് കൽപ്പിച്ചപ്പോൾ ആ കൽപ്പനയെ സ്വീകരിക്കാൻ അവർ ഒരുക്കമായില്ല, അവർ സ്വീകരിച്ചില്ല. അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തിരിച്ചു പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിച്ചു. അവര് പറഞ്ഞു, യാ മൂസ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീന വ ഇന്നാ ലൻ നദ്ഖുലഹാ ഹത്താ യഖ്റുജൂ മിൻഹാ. ഒരിക്കലും ഞങ്ങൾ ആ നാട്ടിലേക്ക് പോകില്ല, അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് യഹൂദികൾ പറഞ്ഞു എന്ന് ഖുർആൻ പറഞ്ഞു. വീണ്ടും അവർ പറഞ്ഞു, ഇന്നാ ലൻ നദ്ഖുലഹാ അബദാ മാ ദാമൂ ഫീഹാ. ആ നാട്ടിലുള്ള അമാലിക ഗോത്രക്കാർ അവർ മല്ലന്മാരാണ്, ശക്തന്മാരാണ്. മല്ലന്മാരായ ശക്തന്മാരായ ആളുകൾ അവിടെയുള്ളപ്പോൾ ദുർബലന്മാരായി ഞങ്ങൾ ആ നാട്ടിലേക്ക് പോവുകയില്ല എന്ന് വീണ്ടും അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറുപടി പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചു, നിങ്ങൾ എല്ലാവരും പോകേണ്ട,
നിങ്ങളിൽ 2 പേർ പോയാൽ തന്നെയും നിങ്ങൾക്ക് ആ നാട്ടിലേക്ക് കടന്നു ചെന്നാൽ വിജയം കിട്ടുമെന്ന് അവരോട് അല്ലാഹു അറിയിച്ചപ്പോൾ അതുപോലും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. നേരെ മറിച്ച് അവർ അതിന് മറുപടി നൽകിയത് 2 പേർ പോയാൽ തന്നെ വിജയം കിട്ടുമെങ്കിൽ മൂസ 1 നീ പോയിക്കോ, 2 നിന്റെ റബ്ബിനെയും കൂടെ വിളിച്ചോ, അങ്ങനെ നിങ്ങൾ 2 പേരും കൂടി പോയി അവരോട് യുദ്ധം ചെയ്ത് ജയിച്ചോ, ഞങ്ങൾ അങ്ങോട്ടില്ല എന്നതാണ്. ഇങ്ങനെ ആ പ്രമാണത്തെ അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെടുന്നതിന് പരിപൂർണമായും നിഷേധിച്ച നിഷേധവും യഹൂദികളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രമാണത്തെ നിഷേധിക്കുക എന്നത് പ്രമാണം അത് സ്വീകാര്യമല്ല എന്ന് പറയൽ മാത്രമല്ല, ഹദീസുകളെ നിഷേധിക്കുക എന്നത് ഖുർആൻ മാത്രം മതി, ഹദീസ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയൽ മാത്രമല്ല, നേരെ മറിച്ച് വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ആശയത്തെ നിഷേധിച്ചാലും നിഷേധമാണ്, വാക്കുകളിൽ മാറ്റം വരുത്തിയാൽ അതും നിഷേധമാണ്, വാക്കുകൾ സ്വീകരിക്കില്ല ആശയവും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതും നിഷേധമാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം, റസൂലുള്ളാഹിയുടെ സഹാബത്ത്, അള്ളാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പരിപൂർണമായി അവർ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു, പരിപൂർണമായി അത് സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നു. വയുസല്ലിമു തസ്ലീമാ, പരിപൂർണമായും അവരതിന് കീഴൊതുങ്ങിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ ഹദീസ് പ്രമാണമാണോ പ്രമാണമല്ലേ, അത് സ്വീകരിക്കാൻ പറ്റുമോ സ്വീകരിക്കാൻ പറ്റില്ലേ എന്ന വിഷയത്തിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ആരും പ്രവാചകന് എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവർക്കിടയിൽ ഒരുപാട് പ്രശ്നമുണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സകാത്ത് നിഷേധികളുടെ രംഗപ്രവേശനമായിരുന്നുവെങ്കിൽ ആ സകാത്ത് നിഷേധികളെ ഇല്ലായ്മ ചെയ്യുവാൻ അടിസ്ഥാനപരമായ നയപരമായ ഒരു സമീപനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന ഒരു പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വന്നത്. ചരിത്രം പഠിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഹദീസ് പ്രമാണമല്ലെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായില്ല. എന്നാൽ അതിനുശേഷം നമുക്കറിയാം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പുതിയ ചിന്താഗതി ആ സമൂഹത്തിൽ രൂപപ്പെട്ടു. അതേ യഹൂദികളുടെ പരിശ്രമ ഫലമായി അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുസ്ലിമായി അഭിനയിച്ചു കൊണ്ടുവന്ന് മുസ്ലിങ്ങൾക്കിടയിൽ കടന്നുകൂടി മുസ്ലിം സമൂഹത്തിനിടയിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കി, ഛിദ്രതകൾ ഉണ്ടാക്കി. അവസാനം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിലേക്ക് അബ്ദുല്ലാഹ് ഇബ്നു സബഇൽ നിന്ന് ആശയം ഉൾക്കൊണ്ട ആളുകളുടെ പ്രവർത്തനം എത്തിച്ചേരുകയും അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയും അങ്ങനെ ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെതിരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെതിരെ രൂപപ്പെട്ട ആ സംഘം ഷിയാക്കൾ എന്ന പേരിൽ രൂപപ്പെട്ടു വരികയും ചെയ്തു. ആ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് പ്രമാണമല്ലെന്നവര് പറഞ്ഞിട്ടില്ല, ഹദീസ് സ്വീകാര്യമല്ലെന്നവര് പറഞ്ഞിട്ടില്ല, ഖുർആൻ മാത്രം മതി നമുക്ക് എന്നവര് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഹദീസുകൾ സ്വീകാര്യമാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. എന്നാൽ തന്നെയും അവർക്ക് ഹദീസുകളെ നിഷേധിക്കേണ്ടി വന്നു, ഹദീസുകളെ തള്ളേണ്ടി വന്നു. കാര്യം എന്താണ്? നമുക്കറിയാം, ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രസിദ്ധരായ സഹാബികളിൽ പലരും റിദ്ദത്ത് സംഭവിച്ചവരാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണെന്ന് വിശ്വസിക്കുന്നവരാണ്, ദീനിൽ നിന്ന് പുറത്തു പോയവരാണെന്ന് അവർ വിശ്വസിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, തൽഹ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികൾ റിദ്ദത്ത് സംഭവിച്ചവരാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ് എന്ന് വാദിച്ച ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികളിൽ നിന്ന് കിട്ടുന്ന ഹദീസ് സ്വീകരിക്കാൻ നിർവാഹമില്ലാതെയായി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന് കിട്ടുന്ന ഹദീസുകൾ, ആ ഹദീസുകളിൽ സഹാബികൾ കേട്ട് സഹാബികൾ തായ്വഴിയായി കിട്ടുന്നു എന്നതുകൊണ്ട് തന്നെ ആ സഹാബികളിൽ പലരും കാഫിറുകളാണ്, അവർക്ക് റിദ്ദത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുക വഴി ആ സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ സ്വീകരിക്കാൻ നിവർത്തിയില്ലാത്ത ഒരവസ്ഥ ഷിയാക്കൾക്ക് എത്തിച്ചേരുകയും അങ്ങനെ ഹദീസുകളെ നിഷേധിക്കുവാൻ അവർ നിർബന്ധിതരായി തീരുകയും ചെയ്തു എന്നത് ഷിയാക്കളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ നമുക്കറിയാം, ഹദീസ് നിഷേധത്തിന്റെ വർത്തമാനം കേൾക്കുന്നത് പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്ന മുഅ്തസിലിയാക്കളിൽ നിന്നാണ്. അവർ താബിഈകളുടെ കാലഘട്ടത്തിലാണ് കടന്നു വരുന്നത്. നമുക്കറിയാം, മഹാനായ പ്രസിദ്ധ താബിഈയായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ചർച്ച. ആ ചർച്ച എന്തായിരുന്നു?
അതേ, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മദ്യപിച്ചാൽ കാഫിറാകുമോ, വ്യഭിചരിച്ചാൽ കാഫിറാകുമോ എന്ന ചർച്ചയാണ്. പാപി മുസ്ലിമാണോ കാഫിറാണോ എന്ന ചർച്ചയാണ്. അതിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, പാപം ചെയ്താൽ